പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തീർത്തും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചുവരവിലൂടെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ സമനില നേടിയിരിക്കുകയാണ് ശ്രീലങ്ക. കൊളംബോയിൽ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശ്രീലങ്ക മുന്നോട്ട് വെച്ച 231 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ടീം ഇന്ത്യക്ക് 230 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. സ്കോർ ടൈ ആയിരിക്കെ ഇന്ത്യക്ക് 2 വിക്കറ്റുകൾ നഷ്ടമാവുകയായിരുന്നു. 58 റൺസ് നേടിയ രോഹിത് ശർമ്മയാണ് ടീം ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറിയത്. 33 റൺസുമായി അക്സർ പട്ടേലും 31 റൺസുമായി KL രാഹുലും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു. ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് രോഹിത് ഗിൽ സഖ്യം നൽകിയത്. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ നന്നായി ബുദ്ധിമുട്ടിയ ഗില്ലാണ് ആദ്യം മടങ്ങിയത്. ശേഷം രോഹിത്തും വാഷിംഗ്ടൺ സുന്ദറും മടങ്ങിയതിനു ശേഷം കോഹ്ലിയും ശ്രേയസ് അയ്യരും ടീമിനെ അല്പനേരം പിടിച്ചു നിർത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശേഷം ശ്രീലങ്ക മികച്ച രീതിയിൽ മത്സരത്തിലേക്ക് തിരികെ വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കോഹ്ലിയെ ഹസരംഗ പുറത്താക്കിയപ്പോൾ അഷിത ഫെർണാണ്ടോയുടെ പന്തിലാണ് ശ്രേയസ് അയ്യർ മടങ്ങിയത്. ഇതിനുശേഷം KL രാഹുലും അക്സർ പട്ടേലും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിച്ച ഒരു പാർട്ണർഷിപ്പാണ് ടീം ഇന്ത്യക്ക് നൽകിയത്. ഇരുവരും 57 റൺസാണ് കൂട്ടിച്ചേർത്തത്. എന്നാൽ രാഹുലും അക്സറും മടങ്ങിയതിനു ശേഷം കുൽദീപ് യാദവിന്റെ വിക്കറ്റ് കൂടി ടീം ഇന്ത്യക്ക് നഷ്ടമായതോടുകൂടി ശിവം ദുബൈയിലായിരുന്നു പിന്നീടുള്ള പ്രതീക്ഷ. 6ഉം 4ഉം നേടി ടീമിന്റെ സ്കോർ ഒപ്പം എത്തിക്കാനായി ദുബൈക്ക് സാധിച്ചുവെങ്കിലും വിജയം ഉറപ്പിച്ച സാഹചര്യത്തിൽ ദുബൈയുടെയും അർഷ്ദീപ് സിംഗിന്റെയും വിക്കറ്റുകൾ ശ്രീലങ്ക നേടിയതോടുകൂടി ജയിക്കേണ്ട മത്സരത്തിൽ ടീം ഇന്ത്യക്ക് ഒരു സമനില നേടാനേ സാധിച്ചുള്ളൂ. ടീമിന്റെ പ്രകടനം തനിക്ക് ചെറിയ നിരാശ നൽകുന്നുണ്ട് എന്നാണ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത്. തീർച്ചയായിട്ടും വിജയിക്കാവുന്ന മത്സരം തന്നെയായിരുന്നു. എന്നാൽ ക്രിക്കറ്റിൽ ഏത് നിമിഷം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഇന്നത്തെ മത്സരം മാറുന്നുണ്ട് എന്നാണ് രോഹിത് പറഞ്ഞത്. തീർച്ചയായിട്ടും കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി ഈ മത്സരം സഹായിച്ചിട്ടുണ്ട് എന്നും വരുന്ന മത്സരത്തിൽ തങ്ങൾ മികച്ച രീതിയിൽ തിരിച്ചു വരുമെന്നുമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്.